സ്വാഗതം ടോപ് 10ലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമര ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിയെങ്കിലും ലോക്സഭ കടന്നിരിക്കുന്നു പൊതുപരീക്ഷാ ബിൽ 2026. ഏതൊക്കെ രീതിയിൽ തട്ടിപ്പുകൾ എന്നതിനെ സമഗ്രമായി നിർവചിക്കുന്നുണ്ട് ഈ ബില്ലിലെ ഭേദഗതികളെല്ലാം. മാത്രമല്ല, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ സദ്ഭരണത്തിൻ്റെയും പൊതുജന വിശ്വാസത്തിൻ്റെയും മൂലക്കല്ലെന്ന് പറയാവുന്ന മെറിറ്റ് അധിഷ്ഠിത നിയമന സംവിധാനങ്ങളുടെ സമഗ്രത സംരക്ഷിക്കാനുള്ള ബാധ്യത പൊതുപരീക്ഷാ ബിൽ അടിവരയിടുന്നു. കേന്ദ്ര സംസ്ഥാനങ്ങൾ ഇനി എത്രത്തോളം ഉത്തരവാദിത്തത്തോടെ ഇത് നടപ്പിലാക്കുന്നു, എത്രത്തോളം ക്രമക്കേടുകൾ ഇത് തടയാൻ സാധിക്കുന്നു എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിശദമായി പരിശോധിക്കാം. ആദ്യം ടോപ് 10 ഹെഡ്ലൈൻസ്. प्रश्न एक ही विधेयक को पारित किया जाए, जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए. मेरे विचार में പ്രതിപക്ഷ ബഹളത്തിനിടെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കി ലോക്സഭ. വിദ്യാർത്ഥി സമരത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാഹുലിന്റെ ഇഡിയറ്റ് പരാമർശത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അമിത്ഷാ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടുവെന്ന് രാഹുൽ. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് BJP. പങ്കുവെച്ചത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വാക്കുകളെന്ന് രാഹുൽ. RSSനോടും BJPയോടും മാപ്പ് പറയില്ലെന്ന് രാഹുൽ ഗാന്ധി. മാപ്പ് പറയേണ്ടത് അമിത്ഷാ എന്ന് KC വേണുഗോപാൽ. PSC പരീക്ഷാ ക്രമക്കേടിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. ആദ്യ FIR രജിസ്റ്റർ ചെയ്തത് ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ. ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയെങ്കിലും FIRൽ ആരുടെയും പേരില്ല. ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്നും അനർഹരെ സഹായിച്ചുവെന്നും FIR. അരിക്ക് കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെ വർധനവ്. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും എത്തിക്കുമെന്നും വിലക്കയറ്റം തടയാൻ അടിയന്തര നടപടിയെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റത്തിനു കാരണം ഉൽപാദനത്തിലെ കുറവും ഇന്ധനവില വർധനവുമെന്ന് വ്യാപാരികൾ. വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ്. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയ ശൃംഖലയെന്ന് പോലീസ്. സമഗ്ര അന്വേഷണത്തിനും നടപടിക്കും വിദ്യാഭ്യാസ വകുപ്പ്. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് തിരിമറിയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും. സമഗ്ര അന്വേഷണത്തിന് സമിതി. നെയ്യ് വാങ്ങിയവർക്കും കൊടുത്തവർക്കും പങ്കെന്നും നിലവാര പരിശോധന നടത്താത്തത് ബോർഡിന്റെ ഗുരുതര വീഴ്ചയെന്നും ദേവസ്വം മന്ത്രി ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. MR അജിത് കുമാർ സസ്പെൻഷനിലായതോടെ ജയിൽ മേധാവി S ശ്രീജിത്തിനെ DGP ആക്കാൻ നീക്കം. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അജിത് കുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാത്തത് സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചതുകൊണ്ടെന്ന് മുഖ്യമന്ത്രി. SFI നേതാവ് ഐഷി ഘോഷിന്റെ അറസ്റ്റ് ശ്രമം പാർലമെന്റിൽ ഉന്നയിച്ച CPM. സ്വാഭാവിക നടപടിയെന്ന JP നദ്ദ. അനുമതിയില്ലാതെ പാർട്ടി ഓഫീസിൽ പോലീസ് കയറുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. നാളെ വരെ ഐഷി ഘോഷിന്റെ അറസ്റ്റ് തടഞ്ഞ് പട്ടിയാല ഹൗസ് കോടതി. വേട്ടയാടലെന്ന ഐഷി ഘോഷ്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച TG മോഹൻദാസിനെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായി ഗുൽവീർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി. വനിതകളുടെ 69 കിലോ ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. സ്വർണ്ണ പ്രതീക്ഷയുമായി ശ്രീശങ്കർ ഇന്നിറങ്ങും. സ്വന്തം ടീം അംഗങ്ങളുമായി മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന വിവാദ പ്രസ്താവനകളിൽ വ്യക്തത വരുത്തി സഞ്ജു സാംസൺ. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾക്ക് ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് രൂപീകരിക്കാൻ പദ്ധതിയിട്ട് ഫിഫ. സംസ്ഥാനത്ത് കനത്ത മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വയനാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം. ക്വാറികൾക്ക് വിലക്ക്. വയനാട്ടിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്തെ സ്കൂളുകൾക്കുള്ള ഓണാവധി ഓഗസ്റ്റ് 22 മുതൽ 30 വരെ. സ്റ്റോറി ഓഫ് ദി ഡേ. കൂട്ടുകൂടാം പുസ്തകങ്ങളുമായി.
വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. കുട്ടികൾക്കെതിരെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തരമന്ത്രിയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ചർച്ചയിൽ ബഹളത്തിന് കാരണമായി. രാഹുൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ച പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ 2 ദിവസങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട ചർച്ച ലോക്സഭയിൽ നടന്നു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ബിൽ ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കിയത്. പരീക്ഷാ ക്രമക്കേടുകളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കടുത്ത ശിക്ഷാ നടപടിയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തത്. പുതിയ നിയമപ്രകാരം ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദം നടന്നു. രാജ്യത്തെ യുവാക്കളുടെ വികാരം വിഡ്ഢികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സമരം നടത്തിയവർക്കെതിരെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ ഭരണപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതോടെ സഭ നിർത്തിവെക്കേണ്ടി വന്നു. വ്യക്തമായ തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കരുതെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. संसदीय भाषा का इस्तेमाल किया, एक पार्लियामेंट्री जो सिस्टम है उसको लेकर के एक नियम हमने पढ़ के सुनाया. ये किताब का भी जिक्र किया कि अन पार्लियामेंट्री एक्सप्रेशन. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിലും നമ്മൾ കണ്ടത് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞാൽ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞുവെന്നും എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും രാഹുൽ ഗാന്ധി നിലപാട് സ്വീകരിച്ചു. Given an assurance that if I apologize, then I will be allowed to continue to speak. See, the first thing is I will never ever apologize to the BJP, RSS or any other person associated with them. This is something that has to be understood. And second thing is it is my right as leader of opposition to raise issues that are important for this country. To me, the most important issue today, by far, is the following. This issue. PC പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ ക്രമക്കേടിൽ വഴിവിട്ട സഹായങ്ങൾ ചെയ്ത 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പേര് പറയാതെ FIR ഇട്ട് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ നിയമനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്തത്. പേരുകൾ രേഖപ്പെടുത്താതെ ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FIR ആണ് രജിസ്റ്റർ ചെയ്തത്. നിയമനത്തിൽ വഴിവിട്ട് സഹായങ്ങൾ ചെയ്ത 2 ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ പ്രതിപട്ടികയിൽപ്പെടുത്തുന്നതിനുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും പേരുകൾ ചേർക്കുക. ക്രമക്കേടിലൂടെ സാമ്പത്തിക ലാഭം ആർക്കൊക്കെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ലഭിച്ചത്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ തട്ടിപ്പുകൾ കൂടാതെ മറ്റു നിയമന ക്രമക്കേടുകളിലും പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, വെളിച്ചെണ്ണ, പച്ചക്കറി എന്നിവയിലാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ജനപ്രിയ അരി ബ്രാൻഡുകളിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനത്തിലെ കുറവും ഇന്ധനവില വർധനവുമാണ് ഇതിനു കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓണമെടുക്കുമ്പോൾ തന്നെ മലയാളികളുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കമ്പോളത്തിൽ സാധനങ്ങളുടെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. അരിയിൽ ജനപ്രിയ ബ്രാൻഡുകളായ പൊന്നിയരിയിൽ മൊത്തവില വിൽപ്പന കേന്ദ്രത്തിൽ 5 മുതൽ 7 വരെയും ചില്ലറ വിൽപ്പനയിൽ 10 രൂപ വരെയും വർധനയുണ്ടായി. ജയ മട്ട അരിയിൽ 3 രൂപയും കുറുവ അരിയിൽ 5 രൂപയുടെയും വർധനയാണ് ഉണ്ടായത്. മഴ ലഭിക്കാത്തതും നെല്ലിന്റെ കുറവും ഇന്ധനവില വർധനയുമാണ് വ്യാപാരികൾ കാരണമായി പറയുന്നത്. വടിയരിയൊക്കെ ഒരു 3 രൂപ 4 രൂപ മാറിയിട്ടുണ്ട്. ജയ സുരേഖയൊക്കെ 1 രൂപ 2 രൂപ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ കിലോയിൽ. അത് ഈ പെട്രോൾ ഡീസലിൻ്റെ വില കൂടിയതിൻ്റെ പേരിൽ വണ്ടി വാടകയൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതിലാണ് ഈ ജയ സുരേഖയൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഈ നെല്ലിനൊക്കെ സ്വപ്പം വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇത് വില മാറുന്നത്. എണ്ണയുടെ വിലയിലും കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 5 മുതൽ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വില ഒരല്പം കൂടിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് പെട്രോളിൻ്റെ വില വർധന, പിന്നെ ഗ്യാസിൻ്റെയൊക്കെ വില വർധന, അതൊക്കെ കൊണ്ടാണ് വില അല്പം മാറിയത് എന്ന് പറഞ്ഞു. അല്ലാതെ വലുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. വെളിച്ചെണ്ണയായാലും മറ്റെല്ലാ എണ്ണകളായിരുന്നാലും കിലോയ്ക്കൊരു 20 രൂപയുടെയൊക്കെ വ്യത്യാസം. പൊതുവിൽ സെയിൽ കുറവാണ്. പച്ചക്കറി വില വർധനയാണ് മറ്റൊരു പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി, വഴുതന എന്നിവയുടെ വിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വൻ വർധനയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഓണം അടുക്കുന്നതോടെ ഇത് വീണ്ടും കുതിച്ചു കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് കീശ ചോരുന്ന സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിലക്കയറ്റം തടയാൻ സജീവ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നു. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും സംസ്ഥാനത്ത് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പോൾ തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും. വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പിടിയിലായ പ്രതികൾ വിദേശ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ഇടപാടിലൂടെ പ്രതികൾ സമ്പാദിച്ച സ്വത്തുവകകൾ കണ്ടുകെട്ടാനും നടപടിയുണ്ടാകുമെന്നും കണ്ണൂർ DIG K. കാർത്തിക് പറഞ്ഞു. പേരാമ്പ്ര BRCയിലെ ട്രെയിനർ ആവളക്കുട്ടോത്ത് സ്വദേശിനി നീഷ്മ, ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശി കാവ്യ, മരുതോങ്കര സ്വദേശിനി KC കീർത്തന ഉൾപ്പെടെ 5 പ്രതികളാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. ആദ്യം അറസ്റ്റിലായ കീർത്തന, കാവ്യ എന്നിവരുടെ മംഗളൂരു, ഹൈദരാബാദ് യാത്രകളും സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇതര സംസ്ഥാനത്തേക്കും നീളും. വരും ദിവസം കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കണ്ണൂർ DIG K. കാർത്തിക് പറഞ്ഞു. കുറേ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ATM കാർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ATM കാർഡ്സ് അക്കൗണ്ട് ഹോൾഡർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ ആൾ ഉപയോഗിച്ചതായിട്ടാണ് ഇതുവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ആ പൈസ വിഡ്രോ ചെയ്ത്, ആർക്ക് വേണ്ടി വിഡ്രോ ചെയ്ത്, ആർക്ക് കൊടുക്കാനായിട്ടാണ്, എവിടെ നിന്നാണ് ഈ ഡ്രഗ്സ് ശരിക്കും സപ്ലൈ ആവുന്നത്, ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോവാം. ഇരുട്ടിയിൽ നിന്നും പിടിയിലായ ഓൺലൈൻ ഡെലിവറി ബോയ് ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടിയുടെ ഇടപാടാണ് നടന്നത്. കാവ്യ, കീർത്തന, നീഷ്മ എന്നിവരുടെ അക്കൗണ്ട് വഴിയും ലക്ഷങ്ങളുടെ ഇടപാട് നടന്നു. ഇവർ ഈ പണം ഉപയോഗിച്ച് സമ്പാദിച്ച സ്വത്തുവകകൾ എല്ലാം കണ്ടുകെട്ടും. അതേസമയം വൻ ലഹരി ശൃംഖല ഇവർക്ക് പിന്നിലുണ്ടെന്നും കുട്ടികളെ ഉൾപ്പെടെ ഇവർ ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും റൂറൽ SP മെറിൻ ജോസഫ് പറഞ്ഞു. അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡും ആയിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കാവ്യ, കീർത്തന, റസ്വാൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ SIT വടകര NDPS കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 3 അധ്യാപികമാരുടെയും മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ചില കോഡുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവർ ഉപയോഗിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്.
ഇതു സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രോജക്ട് കോർഡിനേറ്ററോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാനും നിർദ്ദേശിച്ചു. അതേസമയം അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വടകരയിലെ MDMA കേസ് അതീവ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. അധ്യാപികമാർ ലഹരി മാഫിയയുടെ ഇടനിലക്കാരാകുമ്പോൾ ഈ റാക്കറ്റ് മറ്റു തലങ്ങളിലേക്ക് എത്രത്തോളം വ്യാപിച്ചുവെന്ന ആശങ്കയും ഉടലെടുക്കുന്നുണ്ട്. സമഗ്ര അന്വേഷണത്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ പ്രോജക്ട് കോർഡിനേറ്ററോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കരാറടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുമ്പോൾ സാമൂഹ്യ പശ്ചാത്തലം ഗൗരവത്തോടെ പരിഗണിക്കണം. ഭാവി തലമുറയുടെ സംരക്ഷകർ ആകേണ്ടവർ തന്നെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുമ്പോൾ കർശനമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ജീവനക്കാരാണ്. എന്നിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള അധ്യാപികമാരാണ്. അപ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ലാത്ത സംഗതിയാണ്. സമൂഹത്തിനെതിരായ ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് മയക്കുമരുന്ന് കൊണ്ട് നടക്കുക, അതിൻ്റെ കച്ചവടത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും വരാൻ പാടില്ല. അതേസമയം അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. ഇപ്പൊ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് തിരിമറിയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും നീങ്ങുകയാണ്. സമഗ്ര അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചു. ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. നെയ്യ് വാങ്ങിയവർക്കും കൊടുത്തവർക്കും ഒരുപോലെ പങ്കെന്നും നിലവാര പരിശോധന നടത്താത്തത് ബോർഡിന്റെ ഗുരുതര വീഴ്ചയാണെന്നും ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനിടെ ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റ സംഭവത്തിൽ അന്വേഷണ ഉത്തരവ് പുറത്തിറങ്ങി. ദേവസ്വം സെക്രട്ടറി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. മിൽമ നൽകിയ നെയ്യ് നിലവാരമില്ലാത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റ സംഭവം അതീവ ഗൗരവത്തോടെയാണ് ദേവസ്വം വകുപ്പും ക്ഷീരവികസന വകുപ്പും കാണുന്നത്. മിൽമയുടെ അഴിമതിയിൽ സമഗ്ര അന്വേഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി ബിന്ദുകൃഷ്ണ വ്യക്തമാക്കി. ശബരിമലയിലേക്കുള്ള നെയ്യ് വിതരണത്തിലെ ക്രമക്കേട് ഉൾപ്പെടെ അന്വേഷിക്കും. ഗുണമേന്മയില്ലാത്ത നെയ്യ് ശബരിമലയിലേക്ക് കൊടുത്തയച്ചു എന്നതുൾപ്പെടെ അന്വേഷിക്കും. അതേസമയം ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. നെയ്യ് വാങ്ങിയവരും വിറ്റവരും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു. വിറ്റവര് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പം അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മിൽമ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ അന്വേഷണത്തിൽ നേരത്തെ തന്നെ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് പകരം S ശ്രീജിത്ത് DGP ആയേക്കും. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ DGP സ്ഥാനത്തേക്ക് അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി VD സതീശന് ശുപാർശ നൽകി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന് പകരം അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥൻ ജയിൽ DGP S ശ്രീജിത്തിനെ ഈ മാസം അവസാനം ഒഴിവ് വരുന്ന DGP പദവിയിലേക്ക് ഉയർത്താനാണ് സാധ്യത. നടപടി നേരിടുന്ന MR അജിത് കുമാറിന് പകരം അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഫയർഫോഴ്സ് DGP നിതിൻ അഗർവാൾ ഈ മാസം അവസാനം വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി 1995 IPS ഉദ്യോഗസ്ഥരായ സുരേഷ് രാജ് പുരോഹിതിൻ്റെയും MR അജിത് കുമാറിൻ്റെയും പേരുകളാണ് DGP സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തിരുന്നത്. സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായതിനാൽ
MR അജിത് കുമാറിനായിരുന്നു സ്ഥാനക്കയറ്റ സാധ്യത. എന്നാൽ സസ്പെൻഷൻ നടപടി വന്നതോടെയാണ് സീനിയോറിറ്റിയിൽ അടുത്ത ആളായ 1996 ബാച്ചുകാരൻ ജയിൽ ADGP ശ്രീജിത്തിൻ്റെ പേര് DGP സ്ഥാനത്തേക്ക് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷനിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം തള്ളി മുഖ്യമന്ത്രി. അജിത് കുമാറിന്റെ സസ്പെൻഷൻ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജാഗ്രത കുറവുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിക്കാത്തതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ട് സ്റ്റേ പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെന്റിൻ്റെതായ നടപടിക്രമങ്ങൾ, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. ഡൽഹിയിലെ CPM പാർട്ടി ഓഫീസിൽ കയറി SFI നേതാവ് ഐഷി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് MP. അനുമതിയില്ലാതെ പാർട്ടി ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെയും ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലീസ് നടപടി സാധാരണമാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ക്ലാസ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും JP നദ്ദ മറുപടി നൽകി. ജന്തർ മന്ദറിലെ സമരത്തിന്റെ ഭാഗമായിരുന്ന SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതായി ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞു. പോലീസ് പാർട്ടി ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്നും യൂണിഫോമും ബാഡ്ജും ഇല്ലാതെയായിരുന്നു പോലീസ് നടപടിയെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. 2021 JNU സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരിച്ചതെന്നും ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തത് മാത്രമാണ് ഐഷി ഘോഷ് ചെയ്ത കുറ്റമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. Why did you barge into the office of a national political party? Then they said they want to arrest Aishi Ghosh, who is here. And I asked, what is the reason? They said there is a case pending against her. And I asked about the case. 2021 case with regard to certain protest in JNU campus. അതേസമയം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സമരം ചെയ്യുമ്പോൾ നിയമ നടപടി സ്വാഭാവികമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ മറുപടി നൽകി. സാധാരണ നടപടിക്രമമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ക്ലാസ് മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും JP നദ്ദ കൂട്ടിച്ചേർത്തു. CPM ഓഫീസിൽ അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി SFI നേതാവ് ഐഷി ഘോഷ്. തന്റെ ഫോൺ പോലീസ് ട്രാക്ക് ചെയ്യുന്നുവെന്നും എവിടെയുണ്ട് എന്ന് കണ്ടെത്തി കൃത്യമായി ഫോളോ ചെയ്യുന്നുവെന്നും ഐഷി ഘോഷ് പറഞ്ഞു. നിരന്തരം കേസുമായി ബന്ധപ്പെട്ട് പോലീസുമായി സമ്പർക്കത്തിലിരിക്കെയാണ് പെട്ടെന്നുള്ള അസാധാരണമായ നടപടി. വിദ്യാർത്ഥികൾ നിരന്തരം സർക്കാരിന്റെ നിരീക്ഷണത്തിലാണെന്നും ഐഷി ആരോപിച്ചു. करने का समन करना पड़ रहा है, तो ये सारा चीज़ें बहुत ही इम्पोर्टेंट है. और ये सर्विलेंस वाला चीज़ जो सबसे बड़ा है इस केस में भी, कि ट्रैकिंग मी डाउन टू ऑफिस वेयर nobody knew about my whereabouts except for 1-2 people. How did this happen? How did the Delhi police know that I am there in the particular time? And they coming with my photo, showing that photo that you are here, you are the same person and you have to be under arrest. So this is some serious things that we have faced in the last 2 days that we wanted to highlight to the media. Final thing, that we will be appearing for our court hearing tomorrow, which is there at Patiala House Court, and will be complying with whatever guidelines are there. വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കേസെടുത്ത പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾക്കെതിരായി നടത്തിയ പരാമർശത്തിലാണ് കേസ്. നേരത്തെ TG മോഹൻദാസിന്റെ പ്രസ്താവന തള്ളി RSS രംഗത്ത് വന്നിരുന്നു. മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും RSSന്റെ നിലപാടല്ല എന്നുമാണ് വിശദീകരിച്ചത്.
കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ചരിത്രം കുറിച്ച ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളിമെഡൽ നേട്ടത്തിലൂടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഗുൽവീർ സ്വന്തം പേരിൽ കുറിച്ചു. വനിതകളുടെ 69 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളിയുണ്ട്. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജേർക്കിലുമായി ആകെ 227 കിലോഗ്രാം ഉയർത്തിയാണ് ഹർജീന്ദറിന്റെ നേട്ടം. ഹർജീന്ദറിന്റെ നേട്ടത്തോടെ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ മാത്രം ഇന്ത്യയുടെ മെഡൽ നേട്ടം 7ആയി. ബോക്സിംഗിൽ ജഡുമണി സിംഗ്, പ്രീതി പവാർ, പ്രിയ ഖൻഖാസ് എന്നിവർ സെമി പ്രവേശനത്തോടെ മെഡൽ ഉറപ്പിച്ചിട്ടുണ്ട്. ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന്റെ ഫൈനൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11:54 മത്സരം. സ്വന്തം ടീം അംഗങ്ങളുമായി മത്സരിക്കാൻ താല്പര്യമില്ലെന്നും എതിർ ടീമിലെ താരങ്ങളോടാണ് മത്സരിക്കേണ്ടതെന്നും ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സമ്മർദ്ദത്തോടെ കളിക്കാനല്ല, ആസ്വദിച്ച് കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ക്രിക്കറ്റിൽ കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണെന്നും സഞ്ജു പറഞ്ഞു. അനാവശ്യ സമ്മർദ്ദങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ്. തന്നെ ആരും ഗൈഡ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് ഈ ഉദ്ദേശത്തോടെയാണെന്നും സഞ്ജു വ്യക്തമാക്കി. താൻ പറഞ്ഞത് സാധാരണ കാര്യങ്ങൾ മാത്രമാണ്, പക്ഷേ സാമൂഹ്യമാധ്യമങ്ങൾ പലതും പല രീതിയിലാക്കുകയായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളുടെ നടത്തിപ്പും വാണിജ്യാവകാശങ്ങളും കൈകാര്യം ചെയ്യാൻ ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ് എന്ന പുതിയ വാണിജ്യ സ്ഥാപനം രൂപീകരിക്കാൻ ഫിഫ പദ്ധതിയിടുന്നു. സ്വകാര്യ നിക്ഷേപകരിൽ നിന്ന് $4.2 ബില്യൺ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഫുട്ബോളിൻ്റെ ആത്മാവും ഭരണവും കച്ചവടച്ചരക്കാക്കാനുള്ളതല്ല എന്നും ഫുട്ബോൾ ആരുടെയും വിൽപ്പന ചരക്കല്ല എന്നും ഉള്ള വിമർശനവുമായി യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ രംഗത്ത് വന്നു. ടൂർണമെന്റ് ഇവന്റ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി $20 ബില്യൺ വാണിജ്യ അനുബന്ധ സ്ഥാപനമായ ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് സ്ഥാപിക്കുവാനുള്ള പദ്ധതികൾ ഫിഫ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. $20 ബില്യൺ മൂല്യം 20% വരെ നിയന്ത്രണാതീതമായ ഓഹരികൾ ബാഹ്യ നിക്ഷേപകർക്ക് വിറ്റ് $4.2 ബില്യൺ സമാഹരിക്കാനാണ് പദ്ധതി. വികസന ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഫിഫയുടെ 211 അംഗ അസോസിയേഷനുകളിലേക്ക് ഇത് അവതരിപ്പിച്ചു. 2031-34 കാലഘട്ടത്തിൽ വ്യക്തിഗത ഫെഡറേഷനുകൾക്ക് $20 മില്യൺ വരെ മൂലധനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫിഫയായിരിക്കും FFE എന്ന ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസിന്റെ ഭൂരിഭാഗ നിയന്ത്രണവും അധികാരവും കൈയാളുക. കായികപരമായ തീരുമാനങ്ങളും ഭരണവും ഫിഫയിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഫിഫയുടെ അംഗരാജ്യങ്ങൾക്കുള്ള വികസന ഫണ്ട് ഗണ്യമായി ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ഫുട്ബോളിന്റെ ആത്മാവും ഭരണവും കച്ചവടച്ചരക്കാക്കാനുള്ളതല്ല എന്ന് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ തുറന്നടിച്ചു. ഈ നീക്കത്തിനെതിരെ ചില രാജ്യങ്ങളും കായികരംഗത്തെ പ്രമുഖരും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിക്കെതിരെ കൂട്ടായ നടപടികൾ ആലോചിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ അടിയന്തര യോഗങ്ങളും വിളിച്ചു ചേർത്തിരുന്നു. സ്ഥിരം മൂലധന ഹോൾഡിംഗ് കമ്പനിയായ ജോഷ് കുഷ്ണറുടെ നേതൃത്വത്തിലുള്ള ത്രൈവ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകളും നടത്തിയിരുന്നു. അതേസമയം ഈ നീക്കത്തെ അമിതമായ അമേരിക്കൻവൽക്കരണമെന്നും ലോക ഫുട്ബോളിന്റെ സ്വകാര്യവൽക്കരണമെന്നും വിമർശനം ഉയർന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഭാഗമായി നാളെ 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. വയനാട്ടിൽ 2 ദിവസങ്ങളിലായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്വാറികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ധനുഷ്കോടി ദേശീയപാതയിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീണു. മൂന്നാറിൽ ഹെഡ്വർക്ക് ഡാമിന് സമീപമാണ് ദേശീയപാതയിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായി മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. പ്രദേശത്ത് ഇന്നലെ കനത്ത മഴ പെയ്തിരുന്നു. മഴ പെയ്താൽ മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്നത് പതിവാണെന്നും അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വിഷയം മുൻപ് ഉന്നയിച്ചിട്ടും ദേശീയപാത അതോറിറ്റി നടപടിയെടുത്തില്ല എന്നും ആക്ഷേപമുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ വെള്ളിയാഴ്ച വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് നേരത്തെ ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കോട്ടയത്ത് നവജാത ശിശു കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കൊല്ലം സ്വദേശിനി അറസ്റ്റിൽ. പ്രതികൾ മുൻപ് ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് കോട്ടയം SP സാബു മാത്യു പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നും SP വ്യക്തമാക്കി. കോട്ടയത്ത് നവജാത ശിശു കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 3 ചൊവ്വാഴ്ച അറസ്റ്റിലായ രാജ, അർജുൻ എന്നിവരെ കൂടാതെ കൊല്ലം സ്വദേശിനി അനീന എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം പ്രതികൾ മുമ്പ് ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് വിൽപ്പന നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കുട്ടിയെ വിറ്റതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ പുതിയ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുമെന്ന് കോട്ടയം SP സാബു മാത്യു പറഞ്ഞു. കേരളത്തിൽ തന്നെയാണ് ഇതുവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ തന്നെയാണ്. നിയമപരമായിട്ടുള്ള ഏറ്റെടുക്കലല്ല ഈ അന്വേഷണത്തിന് വെളിവാകുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഏറ്റെടുക്കലല്ല നടന്നതായിട്ടാണ് വെളിവാകുന്നത്. അപ്പോൾ നിലവിൽ ആദ്യ അന്വേഷണത്തിൽ നമുക്ക് ഒരെണ്ണം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ബാക്കി നമ്മൾ അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തവർ പല ജില്ലകളിൽപ്പെട്ടവരാണ്. കിട്ടിയ കൂടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സോമോട്ടോമായിട്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. പ്രിലിമിനറി എൻക്വയറി ബേസ്. കൂടുതൽ കുറച്ച് പ്രതികൾ വരാം. അന്വേഷണത്തിൽ വരുന്നതനുസരിച്ച് വേറെ കൂടുതൽ പ്രതികൾ വരുമോ ഇല്ലോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. നവജാത ശിശു കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടെന്ന് സൂചന നൽകുന്ന പോലീസ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കേസിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം അസം സ്വദേശിനി ജോലി തേടി കോട്ടയം തീക്കോയിൽ എത്തിയതാണെന്നാണ് പ്രതികൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പ്രതികൾ 1 മാസം മുമ്പാണ് തീക്കോയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതെന്നും ഇവർക്കൊപ്പം 3 സ്ത്രീകളും 2 കുട്ടികളും ഉണ്ടായിരുന്നുവെന്നും പഞ്ചായത്ത് അംഗം KK പരീക്കൊച്ച് പറഞ്ഞു. ഇവർ കൃത്യം പറഞ്ഞാൽ 28-29 ദിവസം 1-ാം തീയതിയാണ് വാടകയ്ക്ക് വരുന്നത്. അന്ന് ആർക്കും അറിയില്ല. ഇവർക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. ഇവർ അയൽവാസികളുമായിട്ട് ബന്ധമില്ല. യാദൃശ്യമായി ഉണ്ടായ ഒരു സംഭവത്തിൽ നിന്നാണ് ഇത്രയും ഡെവലപ്പായി കാര്യങ്ങളെത്തിയിരിക്കുന്നത്. തീക്കോയി ഞണ്ടുകൽ അംഗൻവാടിയിലെ വർക്കറായ രമയുടെ അവസരോചിതമായ ഇടപെടലിലാണ് അസം സ്വദേശിനി പോലീസിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തിയത്. യുവതിയെ പോലീസിന് കൈമാറുമ്പോഴും വലിയൊരു കേസിന്റെ തുടക്കമാകുമെന്ന് രമ ടീച്ചർ വിചാരിച്ചിരുന്നില്ല. പറഞ്ഞു. അപ്പോൾ നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പം ആ ഹിന്ദിയിലാണ് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അടുത്തുള്ളൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. ആ കൊച്ചിനെയും കൂടെ കൂട്ടി ഞങ്ങൾ അറിയാവുന്ന രീതി. അപ്പോൾ എനിക്ക് പെൺകൊച്ചിനെ നോക്കിയപ്പോൾ ഈ പെൺകൊച്ച് ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. അപ്പോൾ എത്ര മാസം ചോദിച്ചത് 7 months ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നീ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറേ താഴേന്ന് വരുന്നു. ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ വാടകയ്ക്കാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവിടെ കുറച്ച് പേരുണ്ട്, 1-2 പേരുണ്ട്. അപ്പം ഡോഗ് വരെ ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ എന്നെ അടിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് പറഞ്ഞു. ഇപ്പം അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു ഏതായാലും പോലീസിൽ ഇൻഫോം ചെയ്യുക, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എളുപ്പം ഞങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തു. പുള്ളി തന്നെ വിളിച്ച് പറഞ്ഞു. ഞണ്ടുകലിലെ വാടക വീട്ടിൽ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്നവർ പ്രതി അർജുൻ്റെ അമ്മയും സഹോദരിയും സഹോദരിയുടെ 2 മക്കളും അർജുൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ലാത്ത ജീവിത പങ്കാളിയുമാണെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായത്. ഇവർക്ക് കേസിൽ പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം.